പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരവും പ്രവചനാതീതവുമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേവലം അതിർത്തികൾ തമ്മിലുള്ള തർക്കമോ സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോ എന്നതിലപ്പുറം ആഗോള രാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ പുതിയ കരുനീക്കങ്ങൾ നടക്കുകയാണിവിടെ. രാജ്യങ്ങൾ തമ്മിലുള്ള പരമ്പരാഗത യുദ്ധമുറകളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന വൻകിട കോർപ്പറേറ്റ് ശക്തികളെ തന്നെ നേരിട്ട് ലക്ഷ്യമിടുന്ന തരത്തിലേക്ക് ഇറാന്റെ പ്രത്യാക്രമണ ശൈലി മാറിയിരിക്കുന്നു എന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ താക്കീത് വെറുമൊരു വാക്കല്ല, മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലൊടിക്കാൻ പോകുന്ന ഒരു ഇടിമുഴക്കം തന്നെയാണത്. തങ്ങളുടെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ തുടരുകയാണെങ്കിൽ പശ്ചിമേഷ്യയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ടെക് ഭീമന്മാരെയും സാമ്പത്തിക സ്ഥാപനങ്ങളെയും തകർക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം യുദ്ധത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. തോക്കുകളും മിസൈലുകളും വൻകിട കമ്പനികളുടെ ആസ്ഥാനങ്ങളിലേക്കും സാങ്കേതിക കേന്ദ്രത്തിലേക്കും തിരിയുന്ന ഈ ഘട്ടം ആധുനിക യുദ്ധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ ഒരു വഴിത്തിരിവാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക താൽപര്യങ്ങളും സൈനിക നീക്കങ്ങളും പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ പിഴവ് പോലും ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ ശേഷിയുള്ള ഒരു വൻ സ്ഫോടനത്തിന് കാരണമായേക്കാം. നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ ഒന്നൊന്നായി അടയുകയും പകരം കോർപ്പറേറ്റ് യുദ്ധതന്ത്രങ്ങൾ കളിക്കളത്തിൽ നിറയുകയും ചെയ്യുമ്പോൾ മിഡിൽ ഈസ്റ്റ് കാത്തിരിക്കുന്നത് പ്രവചനാതീതമായ നാളുകളേക്കാണ്. ആഗോള വിപണിയെയും സാങ്കേതിക ലോകത്തെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്ന ഈ പുതിയ പ്രതിസന്ധി എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് എന്നതിന്റെ ആഴത്തിലേക്കുള്ള വിശകലനമാണ് ഇവിടെ തുടങ്ങുന്നത്. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, ഇന്റൽ, IBM, ടെസ്ല, ബോയിങ്, ഡെൽ ടെക്നോളജീസ്, HPV, ഡിസ്കോ, ഓറിക്കിൾ, മെറ്റ, JP മോർഗൻ ചേസ്, ജനറൽ ഇലക്ട്രിക് തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെ പേരുകൾ നേരിട്ട് പരാമർശിച്ചുകൊണ്ടാണ് IRGC ഈ ഭീഷണി ഉയർത്തിയത്. ഈ കമ്പനികൾ സാങ്കേതിക വിദ്യയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്നാരോപിച്ച് അവയെ നിയമാനുസൃത ലക്ഷ്യങ്ങളെന്ന് വിശേഷിപ്പിച്ചതും ഏറെ ഗൗരവകരമാണ്. സാധാരണ യുദ്ധഭൂമിയിൽ നിന്ന് മാറി ഡാറ്റ, ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയെ ലക്ഷ്യമാക്കുന്ന ഒരു പുതിയ രീതിയിലുള്ള സംഘർഷത്തിന്റെ സൂചനകളാണ് ഇതിലൂടെ കാണുന്നത്. ഈ മുന്നറിയിപ്പിന്റെ ഏറ്റവും ആശങ്കാജനകമായ ഭാഗം ആക്രമണങ്ങൾക്ക് സമയപരിധി വ്യക്തമാക്കിയതായിരുന്നു. ഇറാൻ സമയം രാത്രി 8 മണി മുതൽ തന്നെ പ്രതികാര നടപടികൾ ആരംഭിക്കാമെന്നും ജീവനക്കാർ സുരക്ഷയ്ക്കായി ഉടൻ ജോലിസ്ഥലങ്ങൾ വിടണമെന്നും നിർദ്ദേശിച്ചതോടെ ഭീഷണി ഒരു സാധ്യത എന്നതിലുപരി അടിയന്തര അപകടമായി മാറി. ഇത് വെറും സൈനിക പ്രതികരണമല്ല, സാമ്പത്തിക പ്രവർത്തനങ്ങളെ തന്നെ ലക്ഷ്യമിടുന്ന ഒരു പ്രഷർ സ്ട്രാറ്റജിയാണ്. ഒരു രാജ്യത്തെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അതിന്റെ സാമ്പത്തിക നാടുകളെ ബാധിക്കുക എന്ന സമീപനമാണ് ഇവിടെ കാണുന്നത്. ഈ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്ന് ഇറാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ കൊലപാതകങ്ങൾ തന്നെയാണ്. ബ്രിഗേഡിയർ ജനറൽ ജംഷിദ് എഷാഗിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ വന്നത് ഈ സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കി. ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന ഒരാളായിരുന്നു എഷാഗി. കൂടാതെ പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകിയതിനും ചൈനയിലേക്കുള്ള എണ്ണ കയറ്റുമതിയിൽ പങ്കുവഹിച്ചതിനും അദ്ദേഹത്തിന് നേരത്തെ തന്നെ അമേരിക്കൻ ഉപരോധം ഉണ്ടായിരുന്നു എന്ന പശ്ചാത്തലവും ഈ സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അടുത്തിടെ ഇത്തരത്തിലുള്ള നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടത് ഇറാന്റെ പ്രതികരണം കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങാൻ കാരണമായിട്ടുണ്ട്. ഇവയെല്ലാം ചേർന്ന് നോക്കുമ്പോൾ ഈ സംഘർഷം ഇനി പരമ്പരാഗത യുദ്ധത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങില്ല എന്നത് വളരെ വ്യക്തമാണ്. സൈനികാക്രമണങ്ങൾ, സൈബർ ഭീഷണികൾ, സാമ്പത്തിക സമ്മർദ്ദം, കോർപ്പറേറ്റ് ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം ചേർന്ന ഒരു ഹൈബ്രിഡ് യുദ്ധത്തിന്റെ രൂപമാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഭീഷണി ഇത് നിയന്ത്രണാതീതമായി വ്യാപിക്കാനുള്ള സാധ്യത തന്നെയാണ്. ഒരു കമ്പനിക്കെതിരായ ആക്രമണം പോലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിക്കാൻ കഴിയും. ഓയിൽ വിതരണ ശൃംഖലകൾ, ഡാറ്റാ സെന്ററുകൾ, ഫിനാൻഷ്യൽ നെറ്റ്വർക്കുകൾ ഇവയിൽ ഏത് ഭാഗത്തും ഉണ്ടായ ചെറിയ തടസ്സം പോലും ലോകമൊട്ടാകെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇതിനാൽ ഇറാന്റെ ഈ മുന്നറിയിപ്പ് ഒരു താൽക്കാലിക പ്രതികരണം എന്നതിലുപരി യുദ്ധത്തിന്റെ പുതിയ രൂപത്തെ ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടുന്ന സംഭവമായി മാറുകയാണ്. ഇനി യുദ്ധം സൈനികർ തമ്മിലുള്ളതല്ല, അത് രാജ്യങ്ങളും കമ്പനികളും സാങ്കേതിക സംവിധാനങ്ങളും തമ്മിലുള്ള ഒരു സങ്കീർണമായ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഈ പോരാട്ടത്തിന്റെ അളവും ദിശയും എവിടെ എത്തുമെന്നത് ഇപ്പോഴും അനിശ്ചിതത്വമാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ലോകം ഇപ്പോൾ കാണുന്നത് ഒരു പുതിയ തരം യുദ്ധത്തിന്റെ തുടക്കമാണ്. ചുരുക്കത്തിൽ നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഒരു പുതിയ തരം ഹൈബ്രിഡ് യുദ്ധത്തിന്റെ തുടക്കത്തിലാണ്. സൈനികരും സിവിലിയന്മാരും മാത്രമല്ല, ആഗോള സാമ്പത്തിക ക്രമം തന്നെ ഈ പോരാട്ടത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഈ സംഘർഷത്തിന്റെ ആഴവും വ്യാപ്തിയും എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാകില്ലെങ്കിലും ലോകക്രമം ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലാണെന്ന കാര്യം വളരെ വ്യക്തമാണ്. സമാധാനത്തിന്റെ പാതകൾ ഓരോന്നായി അടയുമ്പോൾ വിവേകപൂർണമായ അന്താരാഷ്ട്ര ഇടപെടലുകൾ മാത്രമാണ് ഈ മഹാവിപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനുള്ള ഏക പോംവഴി.